വിഷ്ണു മോനെ ഇപ്പൊ എത്തിയുള്ളൂ? ആമേ, ഞാൻ റൂമിലെത്തി. കുളി കഴിഞ്ഞു, ഇപ്പൊ കിടന്നു. ആക്ടിംഗ് ക്യാമ്പില് അവര് പറയണതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ അവര് പറയുന്നതും പറയാത്തതും ഒക്കെ ചെയ്യണ്ടമ്മേ. ഞാൻ ആരാ മോൻ? ഏട്ടാ, അവര് പറയുന്നതിലും കൂടുതലൊന്നും ചെയ്യണ്ടാട്ടോ. ഓവർ ആക്ടിങ് അത് പറഞ്ഞ് ക്യാമ്പ് എന്ന് പറഞ്ഞു വിടും. എടി, നീ ഇപ്പൊ പഴയതുപോലെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലേ? എന്റെ കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലല്ലോ. ഏട്ടാ, മുത്തശ്ശൻ ഉറങ്ങിയില്ലേ? ഹേയ്, DD1 കഥകളിയും കണ്ടോണ്ടിരിക്കുക. ഫോൺ കൊടുക്കട്ടെ? വേണ്ട വേണ്ടേ, ഞാൻ വെക്കുവാ. മോൻ കിടന്നോ? ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഏയ് ബാലു, നീ ബാസിന് ഓവർലാപ്പ് ചെയ്യാണ്ട് മാർക്കിലേക്കടാ. മാർക്ക് നോക്കിക്കടാ. ഞാൻ മാർക്കിൽ വെക്കണ. അല്ല അയ്യോ, ഇവിടെ എനിക്ക് 2 മാർക്ക് ഇടാം. നിന്റെ അഭിനയത്തിന് ഇട്ട മാർക്കാണ് ജീൻ. എന്തുപറ്റിടാ? ഈടായിട്ട് ഭയങ്കര മോശം കോമഡിയൊക്കെയാണല്ലോ. നിന്റെ കൂടെ അല്ലേ? അല്ലയാ, അതെ, ചെറിയ ഡാർക്ക് ഉണ്ടല്ലോ. അല്ല ഏട്ടാ, അരുണിനെ അവന് വരാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. നമ്മളാ വിനീതിന്റെ വേഷം ചെയ്യണല്ലേ, മറ്റേ ഫോർത്ത് പീപ്പിൾ. വേറെ ആരെങ്കിലും അവൻ കമ്മിറ്റ് ആയിട്ടുണ്ട്. വേറെ അവന്റെ സീനൊന്നും എടുത്തിട്ടില്ല. അതല്ല, ഈ സമയത്ത് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റില്. ചേട്ടാ, അത് വലിയ വേഷമാണ് ചേട്ടാ. ആണോ? അത്യാവശ്യം കുറച്ച് ഡയലോഗെല്ലാം ആണോ? ഇയാളെ പറ്റുമോ നോക്കിയേട്ടാ. എങ്ങനെയുണ്ട്? നല്ലൊടുക്കത്തെ ഓവർ ആക്ടിങ്ങിന്റെ ആളാ. 4-5 പടം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പാവമാണ് ചേട്ടാ. അതിപ്പോ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും പഞ്ചഭാവോ എന്ന് വെച്ചാൽ റോൾ കൊടുക്കാൻ പറ്റും. ഒരുപാട് പെർഫോം ചെയ്യാനുള്ള വേഷമാണോ? അത്യാവശ്യം ഡയലോഗൊക്കെ ഉള്ള പരിപാടിയാ. ജീനെ പറ്റുമെങ്കിൽ കൊടുക്കും. കാണാൻ കൊള്ളാം. അവന്റെ അന്ത്യാഭിലാഷമാണ്. ഞങ്ങൾ ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ള കാലക്കും. ഏതിനി നീ ഒരു കാര്യം ചെയ്യ്, ആ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് അവന്റെ അടുത്ത് ഡയലോഗ് ഒന്ന് പഠിക്കാൻ പറ. ബാബട്ടാ, അരി വറുത്ത ബാബുവിന്റെ ആളാണ്ടാ. അയ്യോ, അങ്ങനെ ഞാൻ ഗ്യാരണ്ടി ഒന്നും തരില്ല, പക്ഷെ പൊളിക്കും. എന്ത് പാടോ? പടം വാടാ, ഇരിക്കടാ, ഇരിക്കേ. ലോട്ടറി അടിച്ചല്ല, ഒരു 3-4 സീനുണ്ട്. വയർച്ചോറയും ഡയലോഗും. താങ്ക് യു സാർ. ഇതാ, ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്ക്. അല്ലേട്ടാ, ഇവന്റെ കോസ്റ്റ്യൂമിന്റെ അളവൊക്കെ ഒന്ന് എടുത്തേക്ക്. ആയിക്കോട്ടെ. ഇതാ, നാളെ തകർക്കണം. പടത്തിലൊക്കെ വലിയ ഇതായിട്ട് തന്നെ മുമ്പ് ഒരു പുള്ളി കാർ എടുത്തിട്ട് അതിനകത്ത് ഭാര്യനെ കയറ്റിയിരുത്തി വണ്ടി ഓടിച്ചിട്ട് പോയപ്പോ. താങ്ക് യു സാർ. നീ ഇത്ര പാവായിട്ടൊന്നും അഭിനയിക്കണ്ട കേട്ടോ. എല്ലാരും നിന്റെ നെഞ്ചത്തേക്ക് കയറാൻ പറ്റും. പറഞ്ഞ ആളെ തീരെ മോശമില്ല. ഈ നെഞ്ചത്ത് ചവിട്ടി പിടിച്ച് വളർന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ പൃഥ്വിരാജും ഈ നെഞ്ചത്ത് പിച്ച വെച്ച് വളർന്നതാ. അതുപോലെ തന്നെ ആവണോട്ടാ. ചെല്ല് ചെല്ല്. ഒരു സെൽഫി എടുത്ത്. സെൽഫി എടുക്കാനാ? ഞാൻ മാത്രം മതിയോ? എല്ലാരും ഉണ്ടെങ്കിൽ മാമേടാ മതി. നാളെ ഇവനൊക്കെ ആരാവും അറിയില്ല.